അതിരപ്പള്ളി കൊമ്പന് ചികിത്സ നൽകുക എന്ന രണ്ടാം ദൗത്യം വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു വനംവകുപ്പ് ഏറ്റെടുത്തതും അതിന്റെ ആദ്യഘട്ടം വളരെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തത്. അങ്ങനെ വെറ്റിലപ്പാറയിൽ നിന്ന് മയക്കുവെടി വെച്ച് കുങ്കികളുടെ സഹായത്തോടെ ഇവിടെ എത്തിക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 1.5 മാസക്കാലം നീണ്ട തരത്തിലുള്ള ഒരു ചികിത്സയായിരുന്നു പദ്ധതിയിട്ടതൊക്കെ. പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെ ഒരു ആന ചെരിഞ്ഞൊരു സാഹചര്യം ഉണ്ടായത്. ഹൃദയാഘാതമാണ് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള ഡോക്ടർമാർ ഇപ്പോൾ കോടനാടുണ്ട്. ഇതിനു പുറമെ തൃശ്ശൂരിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘം കൂടി വരും. അവർ ചേർന്നാകും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. കൂട് പൊളിച്ചാണ് ആനയെ പുറത്തിറക്കിയത്. അതോടൊപ്പം തന്നെ ആനയെ കുഴിച്ചിടുന്നതിനുള്ള കുഴിയടക്കം എടുക്കുന്നതിനുള്ള ജോലികൾ കോടനാട് തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവത്തിൽ വനംവകുപ്പ് പറയുന്നത് രാവിലെ വളരെ പോസിറ്റീവായാണ് ആനയുടെ രീതി ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ചിരുന്നു, മരുന്നുകളോട് കൃത്യമായി തന്നെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി തന്നെ വനംവകുപ്പ് അടക്കം കാണുകയും ചെയ്യുന്നുണ്ട്. വാഴച്ചാൽ DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയോടെ ആ ദൗത്യത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ ഈ അതീവ ഗുരുതരാവസ്ഥയിൽ മുറിവേറ്റിരുന്ന കൊമ്പൻ തിരികെ വരുമെന്നൊരു പ്രതീക്ഷ ആ ദൗത്യത്തിൽ പങ്കെടുത്തവർക്കും അതിന് സാക്ഷികളായവർക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാത്തിരിപ്പുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി കൊമ്പൻ ചെരിഞ്ഞ വാർത്തയാണ് ഇന്ന് 12 മണിക്ക് കോടനാട് നിന്ന് പുറത്തു വന്നത്.